നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരുക്കത്തിലാണ്. ഈ സീസണിലെ ആദ്യ സൗഹൃദ മത്സരം ഇന്റർ മയാമി കളിക്കുന്നത് വരുന്ന ശനിയാഴ്ചയാണ്. എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെയുള്ള മത്സരം വരുന്ന ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:30 നടക്കുക. ഈ മത്സരത്തിൽ മെസ്സി കളിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ ഇന്റർ മയാമിയുടെ പരിശീലകനായ ജെറാർഡോ മാർട്ടിനോ ആരാധകർക്കായി ഒരു പ്രധാനപ്പെട്ട സന്ദേശം നൽകിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് മെസ്സി ഇല്ലാതിരിക്കുമെന്നും അപ്പോഴും വളരെ കോമ്പറ്റീറ്റീവായ ഒരു ടീം നമ്മുടെ കൈവശം ഉണ്ടാകും എന്നുമാണ് മാർട്ടിനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് മെസ്സിയുടെ അഭാവത്തിൽ ടീമിനെ കൈവിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഈ ഒരു പരിശീലകൻ ആരാധകരോട് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ സൂപ്പർ താരങ്ങൾ കളിച്ചില്ലെങ്കിലും ആരാധകർ ടീമിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് മെസ്സിക്ക് കളിക്കാതിരിക്കേണ്ടി വരും. അപ്പോഴും നമുക്ക് വളരെയധികം കോമ്പറ്റീറ്റീവായ ഒരു ടീമുണ്ടാകും. ആ സമയത്തും നിങ്ങൾ ടീമിനോടൊപ്പം നിൽക്കണം. അതാണ് പ്രധാനപ്പെട്ട സന്ദേശം. സീസൺ മുഴുവനും നമ്മുടെ ടീം ഹെൽത്തി ആയിക്കൊണ്ട് ഇരിക്കണം എന്നത് നമ്മൾ തന്നെ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ സീസൺ ഒരൽപ്പം ബുദ്ധിമുട്ടായിരുന്നു. ആരൊക്കെ കളിക്കുന്നു എന്നതിനനുസരിച്ച് കൊണ്ടാണ് ആരാധകർ ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ടിക്കറ്റ് വിൽപ്പനയെക്കുറിച്ചൊന്നും വേവലാതിപ്പെടുന്നില്ല. അവർ എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ ഹെൽത്തി ആയിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം മത്സരങ്ങളിലും അവർ കളിക്കും. ഇതാണ് മെസ്സി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ജെറാർഡോ മാർട്ടിനോ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ മെസ്സി കളിച്ച മത്സരങ്ങളിൽ ആരാധകരുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്നു. എന്നാൽ മെസ്സിയുടെ അഭാവത്തിൽ ഇന്റർ മയാമിയുടെ മത്സരത്തിൽ ആരാധകരുടെ സാന്നിധ്യം കുറവായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ലൂയിസ് സുവാരസും ക്ലബിനോടൊപ്പമുണ്ട്. അതും കൂടുതൽ ആരാധകരെ ആകർഷിക്കാൻ കാരണമായേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.